പായസം പിറന്നാളാണ്. ആരുടെ പിറന്നാളാണോ അവർ തന്നെ തരട്ടെ. എന്തേ? ആരുടെ പിറന്നാളാണോ അവരുടെ കൈ കൊണ്ട് തന്നെ തരണമെന്ന്. അതെങ്ങനെ? ആ ആളിങ്ങോട്ട് വരുന്നുണ്ട്. നാണി, നിങ്ങൾ പായസം കുടിക്കുന്ന നോക്കി നിന്നാലേ എനിക്ക് കൊതി കൂടും. വിടുന്ന്, ആരെങ്കിലും കാണും. വിടുന്ന്. പായസം കഴിക്കും. പായസമല്ലേ, എന്റെ വായിലേക്ക് ഒഴിച്ചു തരൂ. എന്റെ പൊന്നുമോളെ, നിനക്കെന്ത് പറ്റി? നീ പഠിപ്പുള്ളവളാണ്. ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ തനിച്ച് പുറത്തിറങ്ങാറില്ല, അന്യ പുരുഷന്മാരുടെ മുഖം കാണാറില്ല. നീ വരില്ലെന്നാ ഞാൻ കരുതിയത്. അമ്മ ഉണർന്നാൽ അന്വേഷിക്കും. എന്തിനാ ഈ സമയത്ത് എന്നോട്? എത്ര നാൾ നമ്മളിങ്ങനെ കഴിയും? ജീവിതകാലം മുഴുവനും. നീ അരികിലില്ലാതെ, നിന്നെ കാണാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഗോപിയേട്ടാ. ജയന്തി, നമുക്ക് എവിടെയെങ്കിലും പോകാം. ഈ നാട് വിട്ട് എവിടെയെങ്കിലും. നിനക്കെന്നെ വിശ്വാസമില്ലേ? ചതിച്ചു കുഞ്ഞെ, അമ്മാവൻ ആൾക്കാരുമായി വരുന്നു. വരൂ, വരാൻ. ഇവിടുത്തെ സൗകര്യങ്ങൾ ജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. സത്യം പറയൂ, എന്നോടൊപ്പം വന്നതിൽ നിനക്ക് ദുഃഖം തോന്നുന്നില്ലേ? ഒരിക്കലുമില്ല. ഗോപിയേട്ടൻ അടുത്തുള്ളപ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടെ എന്താണ് ഒരു കുറവ്? കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കണം. തൽക്കാലം എനിക്ക് 1-2 സാരിയും, പിന്നെ ഗോപിയേട്ടനും വേണം. ജയന്തി, ഇതിനൊക്കെ കാശ് വേണ്ടേ? നിന്റെ വളയും ചെയിനും വിറ്റ കാശ് കൊണ്ടാ ഇത്രയും നാൾ നമ്മൾ കഴിഞ്ഞത്. ഇനി എനിക്കൊരു ജോലി കിട്ടാതെ യാതൊരു വഴിയുമില്ല, നാളത്തെ ആഹാരത്തിന് പോലും. ദിവസവും ജോലി അന്വേഷിച്ചിറങ്ങുന്ന അദ്ദേഹം തിരിച്ചു വരുന്നത് വിഷമത്തോടെയായിരുന്നു. പട്ടിണി എന്താണെന്ന് ഞാൻ ആദ്യമായി അറിഞ്ഞു. ഒരു ദിവസം ഉടുക്കാൻ മറുതുണിയില്ലാതെ ഞാൻ കുളിച്ച് ഈറിനുണക്കി നിൽക്കുമ്പോൾ, വരൂ ജയന്തി, ഇന്നത്തോടെ നമ്മുടെ എല്ലാ ദാരിദ്ര്യവും തീർന്നു. ഇദ്ദേഹമാണ് അതിന് കാരണക്കാരൻ. എന്റെ ഒരു പഴയ സ്നേഹിതനാണ് മിസ്റ്റർ രാജഗോപാൽ. ഇതാ, വേഗം ഡ്രസ്സ് മാറി പുറപ്പെട്ടോളൂ. എങ്ങോട്ട്? കഴിച്ചോളൂ, ക്ഷീണം മാറാൻ നല്ലതാണ്.
നീ ആരെയാ വിളിക്കുന്നത്? എന്റെ ഭർത്താവ് ഗോപേട്ടനവിടെ. ഗോപേട്ടൻ എന്ത് ചെയ്തു? നിങ്ങൾ പറയൂ. അദ്ദേഹത്തെ നിങ്ങൾ എന്ത് ചെയ്തു? പറയൂ. രാജഗോപാൽ, രാജഗോപാൽ, എന്താ? ഏതാണിവൾ? ആരാണ് ഇവളുടെ ഭർത്താവ്? എവിടെയാവൻ? പോയി. ഇല്ല ഇല്ല, അദ്ദേഹത്തെ നിങ്ങൾ എന്ത് ചെയ്തു? എന്റെ ദൈവമേ, ഗോപേട്ടന് എന്ത് പറ്റി? എന്ത് പറ്റി അദ്ദേഹത്തിന്? പെട്ടെന്നുണ്ടായ ഷോക്കാണ് കാരണം. നൗ ഷീ ഈസ് ഓൾ റൈറ്റ്. താങ്ക് യു ഡോക്ടർ. ഓക്കെ. അയ്യോ, കരഞ്ഞു തീർക്കാവുന്ന ദുഃഖങ്ങളുണ്ട്. നിന്റെ ദുഃഖം കണ്ണീരിൽ അലിയാത്താണെന്ന് ഞാൻ ഊഹിക്കുന്നു. നീ വഞ്ചിക്കപ്പെട്ടവളാണെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. കുടിച്ചു ബോധമില്ലാതിരിക്കുമ്പോൾ പല പെൺകുട്ടികളും ഈ റൂമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരാരെന്ന് ഞാൻ അന്വേഷിച്ചിരുന്നില്ല. പക്ഷേ നിന്റെ കാര്യത്തിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് മനഃപൂർവ്വമല്ല. എന്നോട് ക്ഷമിക്കൂ. എവിടെയാ വീട്? പോകാൻ മറ്റൊരിടമില്ലെങ്കിൽ നിന്റെ അസുഖം മാറുന്നവരെവിടെ താമസിച്ചോളൂ. ഭയപ്പെടണ്ട, നിന്നെ ആരും ഉപദ്രവിക്കില്ല. നീ ഒരു ഭാഗ്യവതിയാണ്. മുതലാളിക്ക് എന്തോ നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിനക്കറിയാം അദ്ദേഹം ആരാണെന്ന്? കോടീശ്വരൻ. ഭാര്യ മരിച്ചത് പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഒരു പെണ്ണിനെയും പുള്ളി രണ്ടാമതിരിക്ക് നോക്കിയിട്ടില്ല. നീ എന്തിനാ കരയുന്നത്? ഓ, അവനെ ഓർത്താണോ? ആ ഗോപിയെ. നിന്നെപ്പോലെ എത്രയോ പെൺകുട്ടികളെ അവൻ നശിപ്പിച്ചിരിക്കുന്നു. ഞാൻ കണ്ടുമുട്ടിയത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ബോംബെയിലുള്ള ഏതെങ്കിലും ഒരു വേശ്യാത്തെരുവിൽ നീ എന്നെത്തുമായിരുന്നു. ഞാൻ പറയുന്നത് നിന്റെ ഗുണത്തിനാണ്. ഇവിടെ നിറങ്ങിയാ നീ എങ്ങോട്ട് പോകും? ഒരല്പം ബുദ്ധി കാണിച്ചാൽ നിനക്ക് ഇവിടെ കഴിയാം, ഒരു രാജകുമാരിയെ പോലെ. അല്ലാതെ ആ ഗോപിയെ കാത്തിരുന്നിട്ടൊന്നും കാര്യമില്ല. അവൻ തിരിച്ചു വരില്ല. ജയന്തി, നീ സങ്കടപ്പെടരുത്. ഒരിടത്തും ഒതുങ്ങി നിൽക്കാൻ പറ്റാത്ത വിധം അപകടത്തിൽപ്പെട്ടതാണ് എന്റെ ജീവിതം. നിന്നെ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് നിന്നെ കൂടി വിൽക്കേണ്ടി വന്നു. എന്നോട് ക്ഷമിക്കൂ. നിന്റെ ഗോപിയേട്ടൻ. മുമ്പ് വന്നവരല്ലേ ഇരുട്ടത്തായിരുന്നു, ഒരെണ്ണത്തിന് വെളിച്ചത്ത് കണ്ടില്ല. ഈ മാനം മര്യാദ ഇല്ലാത്തേക്ക് എവിടെയാ രാവും പകലും? നിൽക്കൂ. എവിടേക്കാ? അടുത്തെങ്ങും പരിചയക്കാരോ ബന്ധുക്കളോ ഇല്ലല്ലോ. കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. രാജഗോപാൽ പറഞ്ഞു. ഇങ്ങനെ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ നീ തനിച്ചെങ്ങനെ ജീവിക്കും? എനിക്കിനി ജീവിക്കണ്ട. ഓഹോ, അപ്പോൾ മരിക്കാനാണ് ശ്രമമല്ലേ?
ആത്മഹത്യ എളുപ്പമാണ്. ഇവിടെ ജീവിക്കാനാണ് പ്രയാസം. ഇഷ്ടപ്പെട്ട പുരുഷനുമൊത്ത് ഒളിച്ചോടാൻ ധൈര്യം കാണിച്ച നീ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് ഭീരുത്വമല്ലേ? അതും നിന്നെ വഞ്ചിച്ച ആ ചെറുപ്പക്കാരനെ ചൊല്ലി നീ സ്വയം നശിക്കുന്നതിൽ എന്താണ് അർത്ഥം? കഴിയുമെങ്കിൽ അവനോടുള്ള പ്രതികാരം എന്നോണം ജീവിക്കും. ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ ചെയ്ത പാപത്തിന്റെ പ്രായശ്ചിത്തമാണ്. വരൂ. ജീവിക്കാനുള്ള പ്രതികാര ബുദ്ധി മാത്രം എന്നിൽ ശേഷിച്ചു. എന്നെ നശിപ്പിച്ച പുരുഷനോടുള്ള പകയായിരിക്കാം അതിന് കാരണം. ആ വലിയ വീട്ടിൽ എനിക്ക് അഭയം തന്ന മനുഷ്യനോട് ആദ്യം എനിക്ക് വെറുപ്പ് തോന്നി. കൂടെ കൂടെ അദ്ദേഹത്തിന്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കി. കുടിച്ച് സ്വയം നശിക്കുന്ന ആ മനുഷ്യനോട് എനിക്ക് സഹതാപം തോന്നി. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നിന്റെ ജീവിതം നശിപ്പിച്ചവനാണ് ഞാൻ. ഇപ്പോ എന്റെ ജീവൻ രക്ഷിക്കാൻ നീ തന്നെ വേണ്ടി വന്നു. അധിക നാൾ ഈ ജീവൻ നിലനിൽക്കയില്ല. എന്റെ നാളുകൾ എണ്ണപ്പെട്ടതാണ്. വേണ്ട, ഡോക്ടറല്ലേ വിളിക്കാൻ പോകുന്നത്. അവരുടെ കയ്യിൽ എനിക്ക് തരാൻ മരുന്നുകളൊന്നുമില്ല, ഉപദേശങ്ങളേ ഉള്ളൂ. മദ്യം വിഷമാണ്, കുടിക്കരുത് എന്ന്. മരവിച്ച ഈ ചുറ്റുപാടിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ എനിക്ക് കുടിക്കാതെ വയ്യ. അരുത്. നിന്നെ ഞാൻ അനുസരിക്കാം. പകരം എന്റെ ഒരു അപേക്ഷ നീ സ്വീകരിക്കുമെങ്കിൽ ഒരിക്കലും എന്നെ വിട്ടു പോകില്ലെന്ന് നീ വാക്ക് തരണം. ഇങ്ങനെ പേടിച്ചാലോ? പിടിക്കേ. ആ കൈ അവിടെ വയ്ക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്തിനാണ് ഇതെന്നെ കാണിക്കുന്നത്? മരിച്ചുപോയ എന്റെ ഭാര്യയുടെ ആഭരണങ്ങളാണ് ഇതൊക്കെ. ഇന്നു മുതൽ നീ ഇതണിയണം. എനിക്കിത് ചേരില്ലല്ലോ. ചേർന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് എനിക്ക് എന്റെ മകളുടെ സമ്മതം വാങ്ങണം. ശാന്തിയോട് ഒരിക്കലും നിനക്ക് വിരോധം തോന്നരുത്.
എന്റെ ഭാര്യയുടെ മരണശേഷം എനിക്ക് എന്റെ മകളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്നേഹക്കുറവ് കൊണ്ടല്ല, ഈ മുറിക്കകത്തെ എന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഇനി നീ വേണം എന്റെ മകൾക്ക് ഒരച്ഛന്റെ സ്നേഹവും ഒരമ്മയുടെ ലാളനയും നൽകാൻ. ആ ഷെൽഫിൽ എന്റെ ഉസ്യത്തിന്റെ ഒരു പകർപ്പുണ്ട്, അതിങ്ങോട്ടെടുക്കും. എന്തിനാണ്? അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നിനക്കറിയണ്ടേ? ഞാൻ മരിച്ചാൽ ഈ വീടിന്റെ എസ്റ്റേറ്റിന്റെ അവകാശം എന്റെ മകളുടെ പേർക്കാണ്. കമ്പനിയുടെ പാതിയോളം ഷെയറുകൾ നിന്റെ പേർക്കും. എനിക്കെന്തിനാണ്? എന്റെ തൃപ്തിക്ക് വേണ്ടി നീ ഇത് സ്വീകരിക്കണം. ശാന്തിക്ക് പ്രായപൂർത്തിയാകുന്നവരെ ഈ സ്വത്തുക്കൾ നോക്കി നടക്കേണ്ട ഭാരം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ജയന്തി എനിക്ക് വിശ്വാസമാണ്. എന്നാലും നീ എനിക്ക് ഉറപ്പ് തരൂ, എന്റെ മകളെ ഒരിക്കലും ദ്രോഹിക്കുകയില്ലെന്നും അവളെ നീ ഒരു അമ്മയെപ്പോലെ സ്നേഹിക്കുമെന്നും സത്യം ചെയ്ത് പറയൂ. നിങ്ങൾ സങ്കടപ്പെടരുത്. ശാന്തി എന്റെ മകളാണ്.